ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നുണ്ടല്ലോ നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയൊരു പുഡിങ് ഉണ്ടാക്കിയാലോ. അതേന്നേ, ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പുഡിങ്ങാണ് കേട്ടോ. സെറ്റ് ചെയ്തിട്ടും സെറ്റ് ചെയ്യാതെയും നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ചൂടോട് കൂടിയിട്ടുണ്ടല്ലോ ഒരു മൂസിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ഈ തണുപ്പൊന്നും പറ്റാത്തവർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ പാല് ചൂടാക്കാൻ വെക്കണേ. ഇതാദ്യം ഫ്ലെയിം ഓൺ ചെയ്യരുതേ. ആദ്യം പാല് ഒരു 2 കപ്പ് പാല് അളവിൽ ഒഴിക്കുക. അത് നമ്മൾ ചൂടാക്കരുത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പൊടികളൊക്കെ ഇടുമ്പോണ്ടല്ലോ ഈ കട്ട കെട്ടും. അപ്പോൾ ചൂട് ഇതൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റൗ ഓൺ ആക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് കൊക്കോ പൗഡർ ഇടണം. ഒരു 5 ടീസ്പൂൺ കൊക്കോ പൗഡർ നമുക്ക് ഇടാം കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്കതിൻ്റെ അളവ് വേണമെങ്കിൽ ഇപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അളവ് വേണമെങ്കിൽ ഒന്ന് കുറക്കാം കേട്ടോ. ഇനി കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഈ ചോക്ലേറ്റ് ഡ്രിങ്കിൻ്റെ ഒക്കെ പൗഡർ കിട്ടില്ലേ, അതായാലും ഇട്ടാൽ മതി. ഒരു ചോക്ലേറ്റ് ഫ്ലേവർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും ഈ ഫ്ലെയിം ഓൺ ചെയ്യാതെ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. കോൺഫ്ലവറും കൂടി ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന കോമ്പൗണ്ട് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഈ ചേർക്കുന്ന ചോക്ലേറ്റിൻ്റെ പൗഡറോ, കൊക്കോ പൗഡർ ആകുമ്പോൾ എന്തായാലും മധുരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ചേർക്കാം കേട്ടോ. നോർമലി ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിന് കറക്റ്റ്. ഇപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പം നമ്മൾ ഡ്രിങ്കിങ് ചോക്ലേറ്റിൻ്റെ പൗഡറൊക്കെ ചേർക്കുകയാണെങ്കിൽ അതിൽ ഓൾറെഡി ഷുഗർ ഉണ്ടാവുമേ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മധുരം ഒന്ന് കുറയ്ക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. അതിന് മുന്നേ ഇത് നല്ലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത്, ഇപ്പോൾ സ്പൂണിലൊക്കെ ആകുമ്പോൾ അത്രയ്ക്ക് നമുക്ക് എളുപ്പം പറ്റിയെന്ന് വരില്ലേ. അപ്പോൾ അതുകൊണ്ട് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ച്, മുഴുവൻ കട്ട ഉടക്കണമെന്നില്ല, എന്നാൽ പോലും ഒരു വിധത്തിലുള്ള കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം കോൺഫ്ലവർ ഇട്ടത് കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കും, നമ്മൾ കട്ട പിടിക്കും അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഫ്ലെയിമിൽ വെക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് ചൂടായി വരണമെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറയ്ക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. നമ്മളൊരു 4-5 പീസ് അങ്ങനെയായിട്ട്, അതായത് ഇപ്പോൾ ഒരു വലിയ ബാറാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം അത്ര മതി കേട്ടോ. അത് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഇത് ശരിക്കുണ്ടല്ലോ ഈ മടിയും മല ചുമക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാരണം ഇത് ശരിക്കും കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുമ്പോഴത്തേനും ഇതങ്ങ് മെൽറ്റായി പോവും. പക്ഷേ അത് കുഞ്ഞാക്കാനുള്ള മടിക്ക് ഞാൻ അങ്ങനെ തന്നെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ മൊത്തം പീസുകൾ അങ്ങനെ അങ്ങോട്ട് ഇട്ടു. അതിൻ്റെതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ കഷ്ടപ്പെട്ട് അതൊക്കെ മെൽറ്റാക്കി ഇളക്കിയതിന് ശേഷം പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇത് പെട്ടെന്നാണ് അങ്ങ് കുറുകുക. നമ്മൾ നോക്കി നിൽക്കും ഇതങ്ങ് കുറുകും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി പെട്ടെന്ന് തന്നെ കുറുകി ഈ പരുവത്തിലാവും കേട്ടോ. ഈ പരുവത്തിലാവുമ്പോഴത്തേനും നമ്മൾ പിന്നെ ഓഫ് ചെയ്യണം. പിന്നെ ഭയങ്കര കട്ടിയായി പോവും. ഇതിപ്പോൾ ഞാൻ ഇത്രയും കുറുക്കിയെടുത്തത് നമുക്ക് ചൂടോടുകൂടി കഴിക്കാനുള്ളൊരു ഓപ്ഷനും കൂടി വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇത്രയും കുറുക്കിയെടുത്തത്. അല്ലെങ്കിൽ ഇത്രയും കുറുക്കേണ്ട കാര്യമില്ല. നമ്മളൊരു പുഡിങ് കൺസിസ്റ്റൻസിയിൽ തണുപ്പിച്ചാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഒരു ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പുഡിങ് ഇതിലേക്ക് മാറ്റാം കേട്ടോ. അതിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് അത് നമുക്കത് സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇത് നല്ല ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കണമെങ്കിൽ ചൂടോടുകൂടി കഴിക്കാം. നമുക്ക് ഈ പായസമൊക്കെ കഴിക്കുന്ന പോലെ, ഒരു ചോക്ലേറ്റ് പായസമൊക്കെ പോലെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് പീസാക്കിയിട്ട് മുറിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് 2 രീതിക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ.
ഇതിൻ്റെ മേലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഈ ചൂടോടുകൂടി നമുക്ക് ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഒന്ന് സെറ്റാവും. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് കഴിയണമെങ്കിൽ നമുക്ക് ശരിക്കും നല്ല പീസാക്കിയിട്ട് മുറിച്ചെടുക്കാനും പറ്റും. നമുക്കിതിൻ്റെ മേലെ വല്ല സ്പ്രിങ്കിൾസോ വൈറ്റ് ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് അങ്ങനെ എന്തെങ്കിലും സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ചോക്ലേറ്റിൻ്റെ എന്ത് വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ടെങ്കിലും ചൂടാറിയിട്ട് മാത്രം ഗാർണിഷ് ചെയ്യണേ, അല്ലെങ്കിൽ അതിൻ്റെ മേലെ കിടന്നിട്ട് അത് ഉരുകിപ്പോവും. അപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സ്വീറ്റില്ലേ, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ തുടക്കക്കാരിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ.